ഞാൻ അൻസ്. ഈ വേനൽക്കാലം ഒരിക്കലും മറക്കാനാവില്ല. ഞങ്ങൾ 5 പേർ, ഞാൻ, അജിത്, ദേവ്, സുധി, കാവ്യ, സ്കൂളിന് ശേഷം ഒരിക്കൽ കൂടി കണ്ടുമുട്ടി. ചിരിച്ചും കളിച്ചും ആ പഴയ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവന്നു. ദേവ് പറഞ്ഞു, ഒരു ട്രിപ്പ് പോക. എല്ലാവർക്കും ഓക്കെ. പോയത് വലിയപാറയ്ക്ക് സമീപത്തെ ഒരു പഴയ ഗ്രാമത്തിലാണ്. അവിടെ പഴയ തോട്ടമുണ്ട്. അതിന്റെ നടുവിലൊരു പഴയ കൊട്ടാരം പോലെ ബംഗ്ലാവ്. ആളൊന്നുമില്ല, പ്രകൃതി മാത്രം. രാത്രിയിൽ അവിടെ തങ്ങാനാണ് തീരുമാനിച്ചത്. ആ രാത്രി കാവ്യയ്ക്കാണ് ആദ്യം ഭയമുണ്ടായത്. വാതിലൊക്കെ അടച്ചോ, അവൾ ചോദിച്ചു. അജിത് ചിരിച്ചു. അവിടെ ആരുമില്ലടാ. പതിയെ പതിയെ പേടിക്കാൻ തുടങ്ങി. പക്ഷേ രാത്രി 12 കഴിഞ്ഞപ്പോൾ ആ വാതിൽ പാതി തുറന്നു. ആരും അതിനടുത്തില്ല. ഞങ്ങൾ കയറി അടയ്ക്കുമ്പോൾ പിന്നിൽ നിന്നു ശരീരത്തിൽ തട്ടിക്കാറ്റ് പോലുള്ളതൊന്നും. കാവ്യ വിറച്ചു നിന്നു. അത് ഹാസ്യമായി കാണണ്ട്, സുധി പറഞ്ഞു. അപ്പോൾ പഴയ സ്വപ്നം കാണുന്നത് പോലെ ഭയാനകമായ ഒരു സ്ത്രീ, നീളമുള്ള വാടിയ മുഖവും ചുവന്ന കണ്ണുകളും കറുത്ത മുടി നിലത്ത് വിതറിയുമായി നിൽക്കുന്ന സ്ത്രീ. അവൾ നമ്മുടെ മുമ്പിൽ കൂടി കടന്നുപോയി. പെട്ടെന്ന് അപ്രതീക്ഷമായി ഒരു ശബ്ദവുമില്ല. വാതിൽ പിന്നെയും സ്വയം അടഞ്ഞു. ഞങ്ങൾ എല്ലാവരും പേടിച്ചു വിറച്ചു നിന്നു. അന്ന് രാത്രി ഞങ്ങൾ ഒറ്റിച്ച് ഉറങ്ങാൻ ശ്രമിച്ചു. അങ്ങനെ പുലർച്ചെ എല്ലാവരും എണീച്ചു. പക്ഷെ അവിടെ കാവ്യയെ കണ്ടില്ല. അജിത് ഓടി പുറത്തു പോയി തപ്പാൻ തുടങ്ങി. അപ്പോൾ കൃഷിക്കരയുടെ അടുത്ത് വറ്റിയ കുളംകരയിൽ കാവ്യ നിലത്തു കിടക്കുന്നു. അവളുടെ കണ്ണുകൾ തുറന്നു. പക്ഷേ അവൾ സംസാരിച്ചില്ല. അവളുടെ കൈയിൽ മൺവെട്ടിൽ കുറെ വരികൾ. മുട്ടാൻ പാടില്ല, വാതിലടക്കരുത്. അവൾ ഇപ്പോഴും കാത്തിരിക്കുന്നു. ഞങ്ങൾ ഓടി ബംഗ്ലാവ് വിട്ടു. പോലീസിനെ വിളിച്ചു. അവർ പറഞ്ഞു, അവിടെ 30 വർഷം മുൻപ് ഒരു യുവതി ആത്മഹത്യ ചെയ്തു. അവൾക്ക് വിവാഹം നടന്നു എന്ന് പറയുന്നു. പക്ഷേ വരൻ വരാതെ പോയി. വാതിൽ പാതി തുറന്ന നിലയിലാണ് അവളെ കണ്ടത്. പിന്നെ നമ്മൾ ആരും പിന്നെ അങ്ങനെ ഒരു യാത്രയ്ക്ക് പോയിട്ടില്ല. കാവ്യ ഇന്നും അപ്പോഴത്തെ ചുവന്ന കണ്ണുകൾ കാണുന്നുണ്ടെന്നും പറയും. ദേവ് വലിയൊരു മൗനത്തിൽ ആണിപ്പോൾ. അജിത് ആ പാതി തുറന്ന വാതിലെക്കുറിച്ചൊന്നും സംസാരിക്കില്ല.